Hello guys, welcome back to my channel once again. So today's vlog is about to buy a new camera. അതായത് ഞാനാണെങ്കിൽ എത്ര 12th വെക്കേഷൻ പഠിച്ചപ്പോഴാണ് ഒരു ക്യാമറ വാങ്ങിച്ചത്. സെക്കൻഡ്സിൽ വാങ്ങിച്ചത്, എൻ്റെ അച്ഛൻ വാങ്ങിച്ചത്. അത് വന്നിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-4.5 വർഷമായി. സോ ഇപ്പോൾ അതടിച്ചു പോയി, എൻ്റെ മദർ ബോർഡ് അടിച്ചു പോയി. അതിനി റിപ്പയർ ചെയ്താലും കാര്യമില്ല, എന്നു വെച്ചാൽ എൻ്റെ ഷട്ടറൊക്കെ തീർന്നതാണ്. സോ അച്ഛനാണെങ്കിൽ എനിക്ക് പുതിയ ക്യാമറ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ്, അതും ഫ്രഷ് പുതിയ ക്യാമറ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ അച്ഛന് കുറച്ച് ജോലിയുണ്ട്, അതിന് അച്ഛൻ വരത്തില്ല. ആൻഡ് അമ്മ ഉണ്ടെങ്കിൽ അച്ഛൻ വരത്തുള്ളൂ, അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മ വരത്തുള്ളൂ. അതുകൊണ്ട് അവർ രണ്ടും കിടന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് പോയി എൻ്റെ ചേട്ടനെ പിക്കപ്പ് ചെയ്തിട്ട് ഞാനും ചേട്ടനും കൂടെ പോയി ക്യാമറ എടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ഷോപ്പിൽ പോയിട്ട് കാണാം. ഇന്ന് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഓക്കെ, ബൈ. ഫോർ മൈ തമിഴ് സബ്സ്ക്ரைபர்ஸ்லாம் இல்லை. அதாவது நான் 4 வருஷத்துக்கு முன்னாடி கேமரா வச்சுருந்தேன். ஆனால் இது இப்போ வந்து அது டேமேஜ் ஆச்சு. ஸோ எனக்கு இப்போ யூஸ் பண்ணாமல் ஒரு மாதிரி இருக்குது. அப்பா சொன்னார் புதுசாக வாங்க சொன்னார். ஸோ புதுசாக கேமரா வாங்க போகிறேன். ஆல்ரெடி தெரியும், என்னோடய சர்க்கிளில் இருக்கிற எல்லாருக்குமே தெரியும் நான் முன்னாடி கேமரா யூஸ் பண்ணிகிட்டு இருந்தேன்னு. ஸோ இப்போ புதுசாக ஒரு கேமரா வாங்க போகிறேன். ഓക്കെ, ബായ് ഗൈസ്. അങ്ങനെ ക്യാമറ എടുക്കാൻ ഞാൻ ഇപ്പോൾ പോയിട്ടിരിക്കുക ബസ്സിൽ. ബൈക്ക് വന്നിട്ട് സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. സോ ബൈക്ക് വന്നിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല, ബൈക്ക് ലേറ്റാവും കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ബസ്സിൽ പോയി ട്രിവാൻഡ്രത്ത് ഇറങ്ങാം. ട്രിവാൻഡ്രത്തിൻ്റെ ചേട്ടൻ വരും, ചേട്ടൻ്റെ കാറിൽ കൂടെ പോയി ക്യാമറ എടുക്കും. സോ ഗൈസ്, അങ്ങനെ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. ഇങ്ങനെ ചേട്ടൻ വന്നിട്ട് ചേട്ടനെ പിക്കപ്പ് ചെയ്യും. എന്നിട്ട് നേരെ ഷോപ്പിലോട്ടേക്ക് പോകും. ഇപ്പോൾ ഞാൻ ഒരു സർബത്ത് കുടിക്കാൻ വന്നിരിക്കുക ഇവിടെ. ആളുടെ തൊണ്ട നനയുണ്ട്, ഐസിടാൻ ശ്രദ്ധിക്കുന്നത്. നല്ല മഴ നനഞ്ഞു. ഷോപ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ വന്നിട്ടിരിക്കുക. അതുകൊണ്ട് ഇതാണ് എൻ്റെ ക്യാമറ. ചേട്ടൻ കൂടെ വന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്തിട്ട് ലെൻസും വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഒറിജിനൽ 7,990. ചേട്ടാ ഉണ്ട്. No. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമറ എടുക്കുന്ന വിഷ്വൽസൊക്കെ. ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചെന്നൈയിലൊക്കെ പോയി വീട്ടിൽ വന്നതിന് ശേഷം പനി പിടിച്ചു. ക്യാമറ വാങ്ങാൻ പോയപ്പോഴും ബസ്സിൽ പോയതുകൊണ്ട് നല്ല ലാഗ് അടിച്ച്, കുറേ ട്രാഫിക്കും വെയിലും. പിന്നെ ചെന്നൈയിൽ പടത്തിന് വെയിറ്റ് തിരിച്ചു വന്നപ്പോൾ മഴയൊക്കെ നനഞ്ഞ്, പിന്നെ വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ല. ആൻഡ് ചാർജില്ലായിരുന്നു ബാറ്ററി. സോ നൈറ്റ് ഫുൾ ആ ചാർജിന് ഇട്ടിട്ട് ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്യാമറ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ വന്നിട്ട് 85mm 1.4ൻ്റെ കെനോണിൻ്റെ ലെൻസ് നല്ല അഫോർഡബിളാണ്. സോ മെയ്ക്കയുടെ അല്ലെങ്കിൽ കെനോണിൻ്റെ 45mm 1.4 ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സ്റ്റോക്കിൽ അവൈലബിൾ അല്ലായിരുന്നു. സോ അത് വാങ്ങിക്കാൻ പറ്റിയില്ല. ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. ഞാൻ പറ്റിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തരാം, ക്യാമറയുടെ ഔട്ട്പുട്ടൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ചെറിയ സ്പേസ് ആണ്, ബിക്കോസ് 85mm വന്നിട്ട് നമ്മൾ നല്ല ലോങ്ങിൽ വെച്ചാലേ നമുക്ക് വീഡിയോസൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ 85 എന്ന് വെച്ചാൽ എങ്ങനെ പറയാം. അപ്പോൾ ഇപ്പോൾ ക്യാമറ നല്ല ലോങ് ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്, അതാണ് എനിക്ക് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നത്. നല്ല ഫുൾ ലെന്ത് വേണമെങ്കിൽ ഇനിയും ക്യാമറ ബാക്കിലോട്ട് കൊണ്ടുപോകണം. ആൻഡ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഇത്രയേ ഉള്ളൂ. ക്യാമറ വാങ്ങിച്ച് നല്ല സന്തോഷമുണ്ട്. ഒരേ ഒരു കുഴപ്പം,
ജലദോഷവും പനിയും പിടിച്ചു. അത് ഇത്തിരി മാറി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഇവിടെ മഴയുണ്ട്, പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, ക്യാമറ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. വാട്ടർ പ്രൂഫാണ് എങ്കിലും ചെറിയ എന്നുവെച്ചാൽ സ്പ്രിംഗ്ലർ ഓഫ് വാട്ടർ മാത്രമേ അതിൽ കൊള്ളാൻ പാടത്തുള്ളൂ. സോ ഞാൻ ഇപ്പോൾ പുതിയ ക്യാമറ വാങ്ങിക്കൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. അതിൻ്റെ ഓൾഡ് ക്യാമറ അതിൻ്റെ ബോർഡ് അടിച്ചു പോയി. അതിൻ്റെ ബോർഡ് അടിച്ച് ഇപ്പോൾ ഷോപ്പിൽ റീപ്ലേസ്മെൻറ്റ് കേട്ട് നോക്കി, അവിടെ അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. സോ OLX വിൽക്കാൻ ഐഡിയ ഉണ്ട്. ഒരു 20K റേഞ്ചിന് വിൽക്കാം. ബിക്കോസ് ബോർഡ് മാത്രമല്ലേ പോയിട്ടുള്ളൂ. ബോർഡ് ശരിയാക്കിയാൽ അത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതിൻ്റെ കൂടെ ലെൻസും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് DM ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ അതുവരയ്ക്കും ബായ്. നഗുമോ ഓ മോഗനലേ നീനാജാലി തെളിസി നഗുമോ മോഗനലേ നീനാജാലി തെളിസി